കഴിഞ്ഞ ദിവസം നടന്ന LGS പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, കണ്ണൂർ ജില്ലയുടെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു ആൻസർ കീ പ്രകാരമുള്ള ആൻസേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ കീ പ്രകാരമാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ആരുടെ പ്രസ്താവനയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നിന്റെ ആൻസർ സി ആണ്, വില്യം ബെനഡിക്ട് പ്രഭു. രണ്ടാമത്തത്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടിന്റെ ആൻസർ തന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. ഒന്ന് മാത്രം ശരിയാണ് എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൂന്നിന്റെ ആൻസർ ഡി, പോവേർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഓക്കെ, 4, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസവുപരമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന ഏതാണ് എന്നാണ് ചോദിച്ചത്. 4ന്റെ ആൻസർ സി ആണ്, അലിഗഡ് പ്രസ്ഥാനം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. 5ന്റെ ആൻസർ തന്നിരിക്കുന്നത് ബി ആണ്, ഓപ്ഷൻ 3 ആൻഡ് 4, മിറാത്ത് ഉൽ അക്ബറും സമ്പാദ് കൗമുദി. 6, രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്നാണ്. 6ന്റെ ആൻസർ എ ആണ് തന്നിരുന്നത്, ഡോക്ടർ അയ്യത്താൻ ഗോപാൽ. 7ാമത്തെ ക്വസ്റ്റ്യൻ, 1821 രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്യ കലാപത്തിന്റെ കാരണം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 7ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1, 2, 3 ശരിയാണ് എന്നാണ് തന്നത്. 8, ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ചോദിച്ചിരിക്കുന്നത്. 8ന്റെ ആൻസർ തന്നത് ഓപ്ഷൻ സി ആണ്, പാലക്കാട്. EV രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം ഏതാണ്. 9ന്റെ ആൻസർ വൈക്കം സത്യാഗ്രഹമാണ്. 9ന്റെ ആൻസർ എ ആണ്. 10, കേരളത്തിലെ ആദ്യ രാജവംശമായ മൂഷകവംശം ഭരണം നടത്തിയിരുന്നത്. 10ന്റെ ആൻസർ തന്നത് ഓപ്ഷൻ സി ആണ്, കോലത്തുനാട്. 11, ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി ആരാണ്. 11ന്റെ ആൻസർ ഡി ആണ്, ദിവ്യ ദേശ്മുഖ്. 12, 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 12ന്റെ ആൻസർ എന്ന ഓപ്ഷൻ എ ആണ്, ഇറ്റലി. 13, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം. ഓപ്ഷൻ എ ആണ്, സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം. 14, ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ 24, ഓപ്ഷൻ ഡി ആണ്, 14 ഡി. 15, ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി ഏതാണ്. ഓപ്ഷൻ സി ആണ്, 15 ഓപ്ഷൻ സി ആണ്, സുപ്രീം കോടതിയും ഹൈക്കോടതിയും. 16, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ് എന്നുള്ളതാണ്. 16ന്റെ ആൻസർ ബി ആണ്, ജവഹർലാൽ നെഹ്റു. 17, ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി ഏതാണ് എന്നാണ്. 17ന്റെ ആൻസർ ബി ആണ്, നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. 18, 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 18ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 1ഉം 3ഉം ആണ്, സ്ഥിരതയോടുകൂടിയ വളർച്ചയും സ്വാശ്രയത്വവും. ഓക്കെ, 19, സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 19ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, എല്ലാം വരും അല്ലെ, സൈനിക നടപടി, ലയന കരാർ, അനുരഞ്ജനം. 20, വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെപ്പറ്റി നിർദ്ദേശിച്ച ഡോക്ടർ CS കോത്താരി കമ്മീഷന്റെ ശുപാർശകൾ താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 20ന്റെ ആൻസർ തന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്, 2ഉം 4ഉം. 10+2+3 മാതൃകയാണ്. പിന്നെ 4ാമത്തത് മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം എന്നുള്ളത്. 21, മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി ഏതാണ്. 21ന്റെ ആൻസർ ഗഗൻയാൻ, ഓപ്ഷൻ സി ആണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ, 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളതാണ്. അതിൽ ഓപ്ഷൻ സി ആണ്, ഓപ്പറേഷൻ സഫേദ് സാഗർ. 23, 2024 പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത ആരാണെന്നുള്ളതാണ്. മനു ഭാക്കറാണ്. 23 ഓപ്ഷൻ എ ആണ്. 24, ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 24ന്റെ ആൻസർ സി ആണ്, കൊൽക്കത്ത. 25, ഇന്ത്യയിൽ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്. കാരക്കോറം, ഓപ്ഷൻ സി ആണ്. ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് എന്താണ്. ഓപ്ഷൻ എ ആണ്, ഇരുമ്പാണ്. 26ന്റെ ആൻസർ എ ആണ്, ഇരുമ്പ്.
27 ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 27 സി ആണ്, ഗോദാവരിയുടെ പോഷക നദിയാണ്. 28 പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 2003 29ാമത്തെ ക്വസ്റ്റ്യൻ, ലോകരാജ്യങ്ങൾ വലിപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് 3.28 അല്ലെ. 29ാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത് ഓപ്ഷൻ ബി 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ദെൻ 30 ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 30 ഡി ആണ്, ഇന്ദിരാഗാന്ധി. 31 53ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് 31 ബി ആണ്, മമ്മൂട്ടി. 32 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ ആരാണ്? 32 ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓസ്ട്രേലിയ. 33 കക്കാട് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ ആണ്, പത്തനംതിട്ട. 34 കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായിട്ട് ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 34 ആൻസർ ഓപ്ഷൻ സി ആണ്, 2018. റാം സിയോ ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രമല്ലാത്തത് ആര്? 35 ആൻസർ ഓപ്ഷൻ സി ആണ്, സുമതി. 36 ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ്? 30%, ഓപ്ഷൻ സി ആണ്. 37 കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് ഏത് ജില്ലയിലാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ്, വയനാട്. 38 പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 38 ആൻസർ ഓപ്ഷൻ ബി ആണ്, ആലപ്പുഴ. 39 എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ ഏതാണ്? ശാസ്താംകോട്ട കായലാണ്. 40 താഴെ പറയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും സംരക്ഷിത ജീവികളെയും ചേരുംപടി ചേർക്കാനാണ് തന്നിരിക്കുന്നത്. 40 ആൻസർ സി ആണ്, 40 ഓപ്ഷൻ സി. 41 താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത് എന്നാണ്. 41 ആൻസർ ഡി, എല്ലാം ശരിയാണ്, എല്ലാ പ്രസ്താവനകളും ശരിയാണ് എന്നുള്ളതാണ്. 42 അതേപോലെ തന്നെ പ്രസ്താവനകൾ തന്നെയാണ്, ഇതിൽ ഓപ്ഷൻ സി ആണ്. 42ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് തന്നിരിക്കുന്നത്. 43 പെരിയാറിന്റെ നീളം എത്ര കിലോമീറ്റർ ആണ് എന്നുള്ളതാണ്. 43ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 225 കിലോമീറ്റർ. 44 ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമായ ലോക്സഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. 44 സി ആണ് തന്നിരിക്കുന്നത്, 1ഉം 3ഉമാണ് ബന്ധമില്ലാത്തത്. 45 സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 45ന്റെ ആൻസർ ഏതാണ്? എ ആണ് തന്നിരിക്കുന്നത്, 3 മാത്രം. ഉൽപാദനത്തിനും വരുമാനത്തിനുമുള്ള വർധനവ് എന്നുള്ളതാണ് തന്നിരിക്കുന്നത്. ഓക്കെ. 46 ചേരുംപടി ചേർക്കാനാണ്. 46ന്റെ ആൻസർ വന്നിരിക്കുന്നത് ബി ആണ്, ഓപ്ഷൻ ബി ആണ്, 1 ബി. വരാഹമിഹിരൻ ലഘുജാതകമാണ്. കാളിദാസൻ ആരാണ്? വിക്രം ഓർവശിയം അല്ലെ, കാളിദാസന്റെ കൃതിയാണ് വിക്രം ഓർവശിയം. വിശാഖദത്തൻ 3 ഡി ആണ് തന്നിരിക്കുന്നത്, മുദ്ര രാക്ഷസം. ശുദ്രകൻ മൃച്ഛകടികം. ഓക്കെ. ദെൻ 47 കൃത്രിമോപഗ്രഹം ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ്, PSLV C-57 ആണ്. 48 സമൂഹശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ് എന്നുള്ളതാണ്. 48ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, അഗസ്ത് കോംതെ ആണ്. 49 2022 ഫിഫ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു എന്നുള്ളതാണ്. 49ന്റെ ഓപ്ഷൻ ബി ആണ്, തെക്കേ അമേരിക്ക. 50 മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നതാണ് 2023 ലോക ഡാഷ് ദിന സന്ദേശം എന്നാണ് പറഞ്ഞത്. 50ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, മണ്ണ് ദിനം. 51ാമത്തത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ ജന്മദേശമാണ് ചോദിച്ചിരിക്കുന്നത്. 51 ഡി, പോർച്ചുഗൽ ആണ്. 52 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് ആർക്ക് എന്നുള്ളതാണ്. 52 സി ആണ്, ക്ലോഡിയ ഗോൾഡിൻ. ചുവടെ നൽകിയിരിക്കുന്നതിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 53ന്റെ ആൻസർ തന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉമാണ് തന്നിരിക്കുന്നത്. ചെറുകുടലുമായി യോജിച്ച പ്രസ്താവനകളാണ്. അപ്പൊ 53ന്റെ ആൻസർ സി, 1ഉം 2ഉം. ആഹാരത്തിലെ പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം, വില്ലസുകൾ കാണപ്പെടുന്ന ഭാഗം. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈറ്റമിൻ എ ആണ് അല്ലെ. 54ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 55 കേരളത്തിലെ പ്രധാന വരുമാന സ്രോതസ് ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ ബി, നാളികേരം. 56 ദേശീയ വനനയം നിലവിൽ വന്ന വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. 56ന്റെ ആൻസർ ഡി ആണ്, 1988. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ്, IUCN.
58 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 58 ആൻസർ ബി ആണ്, സൗദി അറേബ്യ. 59 രാജ്യത്തിന്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേരാണ് ZIG ആണ്. 60 നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഭക്ഷ്യവസ്തു ആണല്ലോ കറിയുപ്പ്, അതിന്റെ രാസനാമമാണ് ചോദിച്ചിരിക്കുന്നത്. സോഡിയം ക്ലോറൈഡ്, ഓപ്ഷൻ ബി ആണ് 60. 61 പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ്ജ രൂപം ഏതാണ് എന്നുള്ളതാണ്. 61ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, രാസോർജം. 62 മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധി ഓപ്ഷൻ സി ആണ്, 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയിലാണ്. 63 ആറ്റത്തെ കുറിച്ചുള്ള പ്രസ്താവനയാണ്. അപ്പൊ ഇതിൽ എന്താണ് ഓപ്ഷൻ 63ന്റെ ആൻസർ തന്നിരിക്കുന്നത് 63 സി ആണ്. എല്ലാം ശരിയാണ് എന്നുള്ളതാണ്. ആറ്റവുമായി ബന്ധപ്പെട്ട എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറുകണങ്ങൾ കൊണ്ടാണ്. ഓക്കെ, ഇപ്പൊ 4 പ്രസ്താവനയും എന്താണ് ശരിയാണ്. ഇനി 64 ഇതിൽ ഏതാണ് ശരി എന്നുള്ളതാണ് തന്നിരിക്കുന്നത്. അപ്പൊ 64ാമത്തെ ആൻസർ വന്നത് ഓപ്ഷൻ എ ആണ്. 2 മാത്രമാണ് ശരി. അതായത് എല്ലാ അയിരും ധാതുക്കളാണ് എന്നുള്ളതാണ് ശരി. എല്ലാ ധാതുക്കളും അയിരാണ് എന്നുള്ളത് തെറ്റാണ്. എന്നാൽ എല്ലാ അയിരും എന്താണ് ധാതുക്കളാണ്. ഓക്കെ, ഇനി 65ാമത്തെ ക്വസ്റ്റ്യൻ 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്താണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ്, ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം. 66 2023 രസതന്ത്ര നോബൽ സമ്മാനം എത്ര പേർക്ക് ലഭിച്ചു? 3 പേർക്ക് ലഭിച്ചു. 67 മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 67ന്റെ ആൻസർ ഓപ്ഷൻ ബി, കരളാണ്. താഴെ പറയുന്നതിൽ പ്രോട്ടോസോവ രോഗം ഏതാണ്? മലമ്പനി, ഓപ്ഷൻ ബി ആണ്. 68 ഓപ്ഷൻ ബി. 69 രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ് എന്നുള്ളതാണ്. 69 സി, ഫൈബ്രിനോജൻ ആണ്. മസ്തിഷ്കത്തിലെ വൈദ്യുതരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 70 സി ആണ്, EEG ആണ്. 71 രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേരാണ് ഏത്? കർസാപ്പ് അല്ലെ, ഓപ്ഷൻ എ ആണ്. 72 സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യ പാത ഏതാണ്? പ്ലാസ്മോഡെസ്മേറ്റ ആണ്, പ്ലാസ്മോഡെസ്മേറ്റ. 73 അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിന്റെ രോഗകാരി ഏത് എന്നാണ്. ഓപ്ഷൻ ബി ആണ്, നെഗ്ലേറിയ ഫൗലേറി. 73 ഓപ്ഷൻ ബി. 74 ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര് എന്താണ് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ്, അമൃതം. 75 ശ്വാസകോശത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ട സ്ഥലം ആണ് പ്ലൂറ. 76 താഴെ പറയുന്നവയിൽ പോർട്ടൽ സിരയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതൊക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 76ന്റെ ആൻസർ ബി ആണ്. പ്രസ്താവന 2ഉം 4ഉമാണ് ശരിയായിട്ട് വരുന്നത്. 2 അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു, പോഷക ഘടകങ്ങളെ വില്ലസിൽ നിന്ന് കരളിൽ എത്തിക്കുന്നു. 77 കേരളത്തിന്റെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് എവിടെയാണ്? നിലമ്പൂരാണ്. 77 ആൻസർ സി ആണ്. 78 ഏത് രോഗത്തിന്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? എംപോക്സ് ആണ്, എംപോക്സ്. 79 ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 79ന്റെ ആൻസർ ഏതാണ്? ആസാം, ബി ആണ്, ഓപ്ഷൻ ബി. 80 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 80ന്റെ ആൻസർ സി ആണ്, നാഗാലാൻഡ്. ഓക്കെ, നെക്സ്റ്റ് കണക്കിലെ ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിൽ പറഞ്ഞു പോവാം. 81ന്റെ ആൻസർ ഏതാണ്? എ ആണ്, ഓപ്ഷൻ എ. 82ന്റെ ആൻസർ തന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, 83 ആൻസർ എ ആണ് തന്നിരിക്കുന്നത്, 1.75. ഇനി 84 വലിയ സംഖ്യ ഏതാണ് തന്നിട്ടുണ്ട്? ഓപ്ഷൻ ഡി ആണ് തന്നിരിക്കുന്നത്, 17/5 എന്ന് പറയുന്ന നമ്പറാണ് തന്നിരിക്കുന്നത്. ഓക്കെ, 85 മൾട്ടിപ്ലിക്കേഷൻ ആ വില കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. 85ന്റെ ആൻസർ തന്നത് ഓപ്ഷൻ ബി ആണ്, 1.221 എന്നുള്ളതാണ് തന്നത്. ഓക്കെ, ദെൻ 86ാമത്തെ ക്വസ്റ്റ്യൻ എക്സിന്റെ വില എന്ത് എന്നുള്ളതാണ്. 86ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 484. 87 ശരാശരി ആണ് ചോദിച്ചിരിക്കുന്നത്. 87ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് തന്നിരിക്കുന്നത്, 27. ഓക്കെ, ഇപ്പൊ സ്കൂട്ടറിന്റെ വിലയാണ് ചോദിച്ചിരിക്കുന്നത്. വാങ്ങിയ വിലയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. വാങ്ങിയ വില 88ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് തന്നിരിക്കുന്നത്. 89 വേഗതയാണ് വേണ്ടത്. 89ന്റെ ആൻസർ തന്നിരിക്കുന്ന ഓപ്ഷൻ ബി ആണ്, 48 km/h ആണ് തന്നിരിക്കുന്നത്. 90ാമത്തെ ക്വസ്റ്റ്യൻ നെക്സ്റ്റ് നമ്പർ ഏതാണ് എന്നുള്ളതാണ്. 90ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് തന്നത്, 71. 91 ഒറ്റയാൻ ആര് എന്നുള്ളതാണ്. 91ന്റെ ആൻസർ ബി, 47. 92 ഒരു ലക്ഷത്തിൽ എത്ര 100 ഉണ്ട് എന്നുള്ളതാണ്. 92ന്റെ ആൻസർ തന്നത് ഓപ്ഷൻ എ.
93 അപ്പുവിന്റെ പ്രായമാണ് ചോദിച്ചിരിക്കുന്നത്. 93ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് തന്നത്. 94ന്റെ ആൻസർ ഓപ്ഷൻ ബി. ക്യൂവിൽ എത്ര പേരുണ്ട്? 23 പേര്. ദെൻ 95 2024ന്റെ കലണ്ടർ അതേ വീണ്ടും അതായത് 95 ഡി ആണ്. 2052 ആണ് പറഞ്ഞത്. ഓക്കെ. 96ന്റെ ആൻസർ തുക കാണാൻ വേണ്ടിയിട്ടാണ്. 96ന്റെ ആൻസർ എന്നത് ഓപ്ഷൻ എ ആണ്, 1395. 97ന്റെ ആൻസർ തന്നത് ഓപ്ഷൻ എ ആണ്, ഭാര്യ. ഇക്ക് എയുമായുള്ള ബന്ധമാണ് ചോദിച്ചിരിക്കുന്നത്. 98ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, കോഡ് ഭാഷയാണ് ചോദിച്ചത്. 99ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 12 ആണ് കിട്ടിയിരിക്കുന്നത്. 100ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ്. ഓക്കെ. അപ്പൊ ഇത് ഇന്ന് വന്ന കീ അനുസരിച്ചുള്ള ആൻസേഴ്സ് ആണ് മാർക്ക് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട ഓരോ ക്വസ്റ്റ്യനും അതിന്റെ അനുബന്ധ വിവരങ്ങൾ അടങ്ങിയ വീഡിയോ നെക്സ്റ്റ് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു.